കഞ്ചാവിനെ കുറിച്ച് പറയാം. ലിജി ഷേട്ടൻ്റെ കഞ്ചാവിനെ കുറിച്ച്. ഒരു സാഹിത്യ സൃഷ്ടി കഞ്ചാവ് എന്ന് പേര് വരുന്നതിൻ്റെ ഞെട്ടലൊന്നും എഴുതിയത് ലിജി ഷേട്ടനായതുകൊണ്ട് നമുക്ക് തോന്നിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ ലഹരിയുള്ളൊരു മനുഷ്യൻ. പരിചയപ്പെടുന്ന മനുഷ്യരെയൊക്കെ മത്തുപിടിപ്പിക്കാൻ സാധിക്കുന്ന എന്തോ ഒരു മാന്ത്രികതയുള്ള മനുഷ്യരെ കുറിച്ച് എഴുതുന്ന പുസ്തകത്തിന് കഞ്ചാവ് എന്ന പേര് വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ലഹരി പിടിപ്പിക്കുന്നതായി തീരുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ഇതൊരു ചെറിയ പുസ്തകമാണ്. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള മനുഷ്യരെക്കുറിച്ചുള്ള ചില കഥകൾ. എന്നാൽ നിങ്ങൾ കണ്ട അതേ മനുഷ്യരാവില്ല ഈ പുസ്തകത്തിൽ കാണുന്നത്. അവർക്ക് തീ തുപ്പാനാവും, ആകാശത്തേക്ക് പറന്നുയരാനാവും, മരിച്ചിടത്തു നിന്ന് വേണമെങ്കിൽ പുനർജീവിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വരെ പറ്റും. അങ്ങനെ ഒരു മാന്ത്രികതയുള്ള എഴുത്ത്. സത്യമേതെന്നും അല്ലാത്തതേതെന്നും നിങ്ങൾ വേർതിരിക്കാൻ നിൽക്കണ്ട. അങ്ങനെ അല്ലാതെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം. അതിനു മുൻപ് ലിജി ഷേട്ടനെ കുറിച്ച് പറയാട്ടോ. എന്തുകൊണ്ടാണ് ലഹരി പിടിപ്പിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞതെന്ന്. കാരണം അദ്ദേഹത്തെ പരിചയപ്പെട്ട കാലം മുതൽക്ക് തന്നെ കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോടിന് സാംസ്കാരിക വേദിയുടെ ഭാഗമായിട്ടുള്ള പരിപാടികളിലൊക്കെ പോകുമ്പോൾ ഇവരെയും മഞ്ജുചേച്ചിയെ ഒരുമിച്ച് കാണാറുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ, അരസികരുടെയും അരാജകവാദികളുടെയും കൂട്ടമാണ് ഈ സാംസ്കാരിക ജീവികൾ എന്നൊക്കെ ഉള്ളത്. പൊതുവെ പുറത്തു പറയുന്ന ഒരു ഗോസിപ്പാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സാംസ്കാരിക ഇടങ്ങളിലെ മനുഷ്യരെന്ന് പറയുന്നത് ഇതുപോലെ ആർദ്രതയുള്ള, അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് തുറന്ന ചിന്തകളും തുറന്ന ചിരിയും തുറന്ന സൗഹൃദവുമുള്ള ആളുകളാണ് എന്നതിലേക്കൊക്കെ നമ്മളെ ക്ഷണിച്ച ഒരു പറ്റം മനുഷ്യരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹവും അതിൻ്റെ ഭാര്യയും അല്ലെങ്കിൽ അവരുടെ സ്പൗസും കൂടി വരുമ്പോൾ ഉണ്ടാവുന്നൊരു ഭംഗി ആസ്വദിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു കാലത്ത്. അങ്ങനെ ഒരു ചിരിയിലൂടെ എല്ലാവരിലും ലഹരി പടർത്താൻ ഇഷ്ടം തോന്നിപ്പിക്കാൻ പറ്റുന്നൊരു മനുഷ്യൻ എഴുതിയതുകൊണ്ടാണ്. ഇനി ഒരിക്കൽ കൂടി പുസ്തകത്തെക്കുറിച്ച് പറയാം. ഈ പുസ്തകത്തിൽ 25 മനുഷ്യരുടെ കഥകളാണുള്ളത്. നിങ്ങൾ കണ്ട മനുഷ്യരെന്ന് പറയുന്നത് ആവർത്തിക്കുന്നു. സോണിയാഗാന്ധി അറിയില്ലേ, തലകുമ്പിട്ടും പത്രസമ്മേളനങ്ങളിൽ പരാജിതയായും ഒക്കെ കാണുന്ന, അല്ലെങ്കിൽ മറ്റൊരാളുടെ പുറകിൽ നിന്ന് നമ്മൾ ആരോപിച്ച് കാണാറുന്ന സോണിയാഗാന്ധിയെ. പക്ഷെ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ കാണാവുന്ന സോണിയാഗാന്ധി ലോക ചരിത്രത്തിൽ ഇന്നേ വരെ പകരം വെക്കാൻ ആളില്ലാത്തവണ്ണം ശക്തിയായ, കരുത്തയായ ഒരു സ്ത്രീ ലീഡറാണ്, നേതാവാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല സോണിയാഗാന്ധിയെ, എന്നാൽ അതാണ് സോണിയ. ടെന്നീസ് കളിക്കുന്ന സാനിയ മിർസയെ അറിയില്ലേ? നമ്മൾ കണ്ടിട്ടുള്ളത് ടെന്നീസ് കോർട്ടിൽ അവർ അടിച്ചു പായിപ്പിക്കുന്ന ബോളുകളുടെ എണ്ണവും അതിനപ്പുറത്തേക്ക് അതിൻ്റെ സ്കോറുകളുടെ എണ്ണവുമാണ്. അതല്ലാതെ ജീവിതത്തിലെ പ്രയാസങ്ങളെ അതേ സ്പിരിറ്റോടു കൂടി, അതേ സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി തട്ടിത്തെറിപ്പിച്ച സാനിയ എന്ന് പറയുന്ന കഥാപാത്രത്തെ അറിയാമോ? ആ സാനിയ മിർസയുണ്ട് ഈ അത്ഭുതങ്ങളുടെ പുസ്തകത്തിൽ. കലുഷിത യൗവനം എന്ന് നമ്മൾ പേരിട്ട് വിളിച്ച, ക്ഷുഭിത യൗവനം എന്ന് മാത്രം നമ്മൾ കാണാൻ ആഗ്രഹിച്ച ബാലചന്ദ്രൻ ചുള്ളിക്കാടില്ലേ, സീരിയലിൽ അഭിനയിച്ചുകൊണ്ട് പിന്നീട് പല പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തുക അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുക എന്നൊക്കെ പറയാൻ പറ്റുന്ന പല പ്രസ്താവനകളുമായി വന്ന ബാലനെ അറിയാമോ? ആ ബാലനുണ്ട്. ജീവിതത്തിൻ്റെ ഉന്മാദമാണ്, ജീവിതത്തിൻ്റെ ലഹരിയാണ് എനിക്ക് വേണ്ടത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളല്ല എന്ന് പറയുന്ന ഒരു ബാലനുണ്ട്. നമ്മൾ കാണാത്ത, നമ്മൾക്ക് മുൻപിൽ വെളിപ്പെടാത്തൊരു ബാലൻ. അങ്ങനെ പോകുന്ന എത്ര 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 കഥാപാത്രങ്ങളെന്നോ പറഞ്ഞു തീർന്നാൽ ഞാൻ ഈ പുസ്തകത്തെ മുഴുവനായും പറഞ്ഞു പോകും. ചെറിയ പുസ്തകമാണ്, വായിച്ചിട്ടില്ലെങ്കിൽ വാങ്ങിക്കുക. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, എന്നാൽ കൂടി വായിച്ചിട്ടില്ലെങ്കിൽ വാങ്ങിക്കുക. രസമുള്ള പുസ്തകമാണ്. ഒറ്റ ഇരുപ്പിൽ നമുക്ക് വായിച്ച് തീർക്കാവുന്ന പുസ്തകമാണ്. പക്ഷെ ഒറ്റ ഇരുപ്പിൽ തീർക്കണ്ട. നിങ്ങൾ മെല്ലെ ഓരോ സിപ്പായിട്ട് നുണഞ്ഞ് ഒരു കഥ വായിച്ച് അത് ആസ്വദിച്ച് അത് മനസ്സിലേക്കെടുത്ത് അടുത്ത കഥയിലേക്ക് പോയാൽ മതി. കഥ ഇഷ്ടപ്പെടുന്ന, ജീവിതങ്ങൾ ഇഷ്ടപ്പെടുന്ന, മനുഷ്യരെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ലഹരിയുണ്ട് ഈ കഞ്ചാവിൽ.